ഹലോ, വെൽക്കം ടു കിക്ക് പി എസ് സി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ ഏതൊരു പി എസ് സിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മുൻകാല ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണന ക്രമം ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, തന്നിട്ടുണ്ട് ഗുരുവായൂർ സത്യാഗ്രഹം, 2 ക്ഷേത്രപ്രവേശന വിളംബരം കൊടുത്തിട്ടുണ്ട്, 3 വൈക്കം സത്യാഗ്രഹം, 4 മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓർഡറിൽ ആദ്യം നടന്നത് ഏതെന്നുള്ള ആ ഒരു ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഇനി അടുത്ത ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഇനി വൈക്കം സത്യാഗ്രഹം നോക്കിക്കഴിഞ്ഞാലോ 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം 1920 അപ്പോൾ ഇനി നമുക്ക് ആ കാലഗണന അതിൽ ആദ്യം ഏതാണ് സംഭവിച്ചത് എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്താൽ ആദ്യം ഏതാണ് ഇതിനകത്ത്? ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ് ആദ്യം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 4 അപ്പം ഇതാണ് 4 ആദ്യത്തെ വരുന്നത്. പിന്നെ എന്താണ് അടുത്തത്? 1924-25 നടന്ന വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ഏതാണ്? 3 അപ്പം 4, 3. ഇനി അടുത്ത് നടന്ന എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം. നമ്പർ എത്താണ് ഇവിടെ? 1. ഇനി എന്താണ് അടുത്തത്? ലാസ്റ്റ് നടന്നത് തന്നിരിക്കുന്നവർ ലാസ്റ്റ് നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് 1936. അവിടെയാണ് 2. നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടി? 4, 3, 1, 2. അപ്പോൾ ഏതാണ് 4, 3, 2 വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ സത്യാഗ്രഹം 1931 നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണെന്ന് വെച്ചാൽ ആരാണ്? കെ കേളപ്പനാണ് പ്രധാന നേതാവ്. അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? AKG അല്ലെങ്കിൽ AK ഗോപാലനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. അത് വർഷം 36 നമ്മൾ പറഞ്ഞു. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ആരാണ്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് വർഷമാണെന്ന് വെച്ചാൽ 36 നവംബർ 12 എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡേറ്റ്. ഓക്കെ, ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 1924-25 നമ്മൾ പറഞ്ഞു. പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ഐത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ആരംഭിക്കുന്നത് എന്നാണ്? 1924 മാത്രം പഠിച്ചാൽ പോരാ. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്